ഹലോ മക്കളെ, ഈ വർഷത്തെ SSLC പബ്ലിക് പരീക്ഷയിൽ ഈ ഒരു ഐറ്റം വെച്ചുള്ള ചോദ്യം ഉറപ്പാണ്. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെ ഇതുപോലത്തെ മറ്റ് പല ഇക്വേഷൻസ് ഉണ്ട്. സിമ്പിൾ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും സിമ്പിൾ ചോദ്യം വരണമെന്നില്ല, വല്ലപ്പോഴൊക്കെ ടഫ് ചോദ്യങ്ങൾ വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് ടഫ് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെന്താണ് ടഫ് വന്നാൽ ഈസി വന്നാൽ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, കാരണം ഈ ഒരൊറ്റ വീഡിയോയിൽ ഫുള്ള് ഞാൻ പഠിപ്പിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം ഹീറ്റിൻ്റെ ഇക്വേഷൻസ് എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് വേഗം ഒന്ന് ഓർത്തെടുക്കുക. 3 ഇക്വേഷൻസ് ആണ് ഹീറ്റിനുള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ I²RT ആണ്, നമ്മൾ എഴുതി വെച്ച പോലെ തന്നെ. രണ്ടാമത്തെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ, V²/R/T ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ V × I × T ആണ്. 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്തായിരിക്കണം? ബൈ ഹാർട്ട് ആയിരിക്കണം. ബൈ ഹാർട്ട് അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് ആക്കുക. ഹീറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കാനുള്ള പവറിൻ്റെ ഇക്വേഷൻസ് ആണ്. വളരെ സിമിലർ ആണ് മക്കളെ. പവറിൻ്റെ ഇക്വേഷൻസ് ഈ ടൈം എടുത്ത് കളയാം, അത്രേ ഉള്ളൂ. I²R ഫസ്റ്റ് ഇക്വേഷൻ, V²/R രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ VI. എല്ലാത്തിനും ടൈമിന് ഒഴിവാക്കിയാൽ പവറിൻ്റെ ഇക്വേഷൻസും കിട്ടി. പവറിൻ്റെ ഇക്വേഷൻസ് സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല. ടൈമിൻ്റെ ഇവിടെ ടൈം ഒഴിവാക്കിയാൽ പവർ ഇക്വേഷൻസ് ആയി. ഈ ഇക്വേഷൻസ് പഠിച്ച് സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ എങ്ങനെയാണ് വരാൻ നോക്കാം. അതെങ്ങനെ ചെയ്യുന്നു പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? ചോദ്യം വായിച്ചു നോക്കാം നമുക്ക്. Resistance of a 230 volt heating device is 460 ohm. Calculate the heat energy produced by it in 10 minutes. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ട്രൈ നോക്കിക്കേ. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ സൊല്യൂഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു പക്ഷേ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. അത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി ആദ്യം കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതായത് എത്രയാണ് വോൾട്ടേജ്? 230 വോൾട്ടേജ്. ഹീറ്റിംഗ് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? പ്രതിരോധം എത്രയാണ്? നമുക്ക് 460 ohm ആണ്. അപ്പോൾ അതും എഴുതി വെച്ചു. ഹീറ്റ് എനർജി 10 മിനിറ്റ് ആണ്. അപ്പോൾ ടൈം എത്രയാണ്? 10 മിനിറ്റ്. പക്ഷേ മിനിറ്റിനെ നമ്മൾ എപ്പോഴും സെക്കൻഡ്സിലേ ആക്കണം. മിനിറ്റിനെ സെക്കൻഡ്സിലേ ആക്കാൻ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 × 60 ചെയ്യുക. 6 × 1 60 ആണ്. × 10 എന്ന് പറഞ്ഞാൽ 600 ആണ്. 600 സെക്കൻഡാണ് സമയം. മിനിറ്റിലാണ് തന്നെങ്കിൽ സെക്കൻഡ്സിലേക്ക് മാറണം. 10 സെക്കൻഡ് തന്നാൽ പിന്നെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 600 സെക്കൻഡ് എഴുതണ്ട. 10 സെക്കൻഡാണ് 10 സെക്കൻഡ്. 10 മിനിറ്റ് തന്നുകൊണ്ടാണ് സെക്കൻഡ്സിൽ മാറ്റിയത്. ഇനി ഏത് ഫോർമുല ഉപയോഗിക്കാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ? നിങ്ങൾക്ക് V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. വിയും ആറും ടിയും വരുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. അതേതാണ്? ഏതാണ്? ഇവിടെ വിയും ആറും ടി ഇല്ല. ഇവിടെയും വിയും ആറും ടി ഇല്ല. എവിടെയും വിയും ആറും ടി ഉള്ളത്? വിയും ആറും ടി രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. പരിപാടി തീർക്കുക. സാർ എങ്ങനെ ഉപയോഗിക്കുക? എഴുതി വെക്കുക. ആദ്യം ഇക്വേഷൻ എഴുതി വെക്കുക. H = V²/R × T. V² എന്ന് പറഞ്ഞാൽ 230 സ്ക്വയർ. 230 സ്ക്വയറിനെ 230 × 230 എഴുതിയാൽ ബുദ്ധിമുട്ടില്ലല്ലോ. R എത്രയാണ്? 460. ടൈം എത്രയാണ്? T എത്രയാണ്? 600 സെക്കൻഡ്. 10 അല്ല, 600 സെക്കൻഡ്. എപ്പോഴും ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാവും. എന്താ ബന്ധം നോക്കിക്കേ? 230 ഡബിൾ ആണ് 460. ഇപ്പോൾ ഇവനെ കട്ട് ചെയ്ത് 1 എഴുതുക, അവനെ കട്ട് 2 എഴുതുക. അപ്പോൾ മുകളിൽ 230 ഉണ്ടാവും, താഴെ വെറും 2 ഉണ്ടാവും, × 600 ഉണ്ടാവും. 230 പകുതി കാൽക്കുലേറ്റ് ചെയ്താൽ 115 കിട്ടും. 115 × 600 വരും. 115 × 600 എന്ന് പറഞ്ഞാൽ 230 3 തവണ. അതിൽ 930 എന്തോ വരും. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ് ഭേദം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, 115 × 600, 115 × 600 69,000. കറക്റ്റായിരിക്കും. കാരണം ഡബിൾ ആക്കി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 230 × 3 60. സാർ 900 അല്ല കേട്ടോ, 69. പിന്നെ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 690 എന്ന് കിട്ടും. പിന്നെ 2 0 കൂടി ഇടാം. 2 0 69,000 ആണ് വരിക. അത്രയായിരിക്കും എന്ത്? ഹീറ്റിൻ്റെ യൂണിറ്റും കൂടി എഴുതിയില്ല, മാർക്ക് കളയും. ജൂൾസ് എന്ന് എഴുതണം. ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂൾസ്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ്. ഇത്രയും ജൂൾസ്, ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഇതൊരു സിമ്പിൾ ചോദ്യം ആയിരുന്നു തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യമോ? ഇതൊരു മീഡിയം ലെവൽ ചോദ്യമാണ്. ഓവർ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഓവർ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല. ചോദ്യം വായിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് കേട്ടോ. The power of a 200 volt electrical device is 500 watts. Calculate the current through the device. പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ തന്ന കാര്യങ്ങൾ സൈഡിൽ എഴുതി വെക്കുകയാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. അപ്പം തന്നെ ഒരു മാർക്ക് അവിടെ കിട്ടിക്കോളും. പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു പവറും വോൾട്ടേജും? വോൾട്ടേജ് ഇത്രയും, പവർ ഇത്രയും. 500 വാട്ട്സ് ആണ് പവർ. വാട്ട്സിൻ്റെ യൂണിറ്റ് പവറാണെന്ന് മനസ്സിലാക്കുക. വോൾട്ടേജ് 200 വോൾട്ടുമാണ്. ഓക്കെ, എന്താണ് അവർക്ക് വേണ്ടത്? കറണ്ടാണ് വേണ്ടത്. മക്കളെ, പവറിൻ്റെ ഇക്വേഷനിൽ ഏതാണ് വോൾട്ടേജും കറണ്ടും വരുന്നത് നോക്കിയാൽ പോരെ? വിയും ഐയും വരുന്നത് നോക്കിയാൽ പോരെ? ഏതാണ് വിയും ഐ വരുന്നത്? 3 എഴുതി വെക്കുക. വിയും ഐ ഇവിടെ ഇല്ല, വിയും ഐ ഇവിടെ ഇല്ല, വിയും ഐ ഇവിടെ ഉണ്ട്.
പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. അയ്യേ സാർ ഇതാണ് സാർ മീഡിയം ലെവൽ എന്നൊക്കെ പറഞ്ഞത്. പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോൾ ഐ ആണ് വേണ്ടത്, വി ഇങ്ങോട്ട് പറഞ്ഞൂടാ. പവർ ഡിവൈഡ് ബൈ വി. പവർ എത്രയാണ്? 500. വി എത്രയാണ്? 200. 0 0 0 0 5/2 അതെത്രയാ? 2.5 ആംബിയർ. കഴിഞ്ഞു. കാൽക്കുലേഷനൊക്കെ ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് വെറുതെ രസത്തിനാണ്. നിങ്ങളെന്ത് ചെയ്യണം? വീഡിയോ പോസ്റ്റ് നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി. 2.5 ആംബിയർ ആണ് എൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട്. കണ്ടുപിടിച്ചു. വാട്ട് വിൽ ബി ദ ആംബിയറേജ് ഓഫ് ദി ഫ്യൂസ് വയർ സൂട്ടബിൾ ഫോർ ദി ബേസ്? ഇവൻ ഏത് ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കണം? 2 ആംബിയർ ഉപയോഗിച്ചാൽ ശരിയാവുമോ? 2 ആംബിയർ ഉപയോഗിച്ചാൽ 2.5 ആംബിയർ ഇവൻ കൺസ്യൂം ചെയ്യുക. അപ്പോൾ 2 ആംബിയർ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് കത്തിപ്പോവും. 2.5 ആംബിയർ ആണ്. കൃത്യം 2.5 ഉപയോഗിക്കേണ്ട, 2.57 അല്ല 6 എന്നൊക്കെ ഉപയോഗിക്കും. പക്ഷെ 2.5 ആംബിയർ ആണ് ഉപയോഗിക്കേണ്ടത്. 3 ആംബിയറിൻ്റെ ഉപയോഗിച്ചാൽ ശരിയാവുമോ? പ്രശ്നമാണ്. 3 ആംബിയറിൻ്റെ ഫ്യൂസ് വയറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 3 ആംബിയർ വരുമ്പോഴേ അത് മെൽറ്റ് ചെയ്ത് പോകുള്ളൂ. ഇവന് വേണ്ടത് എത്രയാണുള്ളൂ? 2.5 ആംബിയർ ഉള്ളൂ. അപ്പോൾ ആലോചിക്കുക, 2.8 ആംബിയർ ഈ ഫ്യൂസിലേക്ക് വന്നു സംഭവിക്കുക. ഫ്യൂസ് വയർ പറയും എൻ്റെ ആംബിയറേജ് 3 നീ പോയിക്കോളാൻ പറയും 2.8 ആ 2.8 നമ്മളെന്താണ് ഈ ഹീറ്റിംഗ് ഡിവൈസിലേക്ക് എത്തും, ഇലക്ട്രിക് ഡിവൈസിന് എത്തും. അവൻ ചിലപ്പോൾ അടിച്ചു പോകും. അടിച്ചു പോലും. പക്ഷെ നല്ലതല്ലോ. 2.5 വർക്ക് ചെയ്യേണ്ടവന് 2.8 കടത്തി വിടുന്നത്. 2.5 കടത്തി വിട്ടാൽ മതി. സോ ആംബിയറേജ് എത്രയാണ്? 2.5 തന്നെയാണ്. ഫൈൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഡിവൈസ്. 6 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ് ചെയ്യാം? 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ വി ഈസ് ഈക്വൽ ടു IR ഉപയോഗിക്കാം. വോൾട്ടേജ് ഉണ്ട് 200, ഐ നമ്മൾ കണ്ടുപിടിച്ചു, 6 കിട്ടും. അല്ലെങ്കിൽ പവറിൻ്റെ ആറുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, വിയും ആറും ഒക്കെ ഉള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. പവർ ഈസ് ഈക്വൽ V²/R ഉപയോഗിക്കുക. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. പവർ ഈസ് ഈക്വൽ ടു V²/R. അപ്പോൾ 6 എത്രയാണ് മക്കളെ? 6 ഇങ്ങോട്ട് കൊണ്ടുപോകുക, പവർ ഇങ്ങോട്ട് കൊണ്ടുപോകുക, എക്സ്ചേഞ്ച് ചെയ്യുക. ഇംപ്ലൈസ് 6 ഇങ്ങോട്ട് പോവുക, പവർ ഇങ്ങോട്ട് വരിക. അപ്പോൾ V²/P. വീണ്ടും V² എത്രയാണ്? V² 200 അല്ലേ? വി എത്രയാണ്? അല്ല ഇതല്ലല്ലോ ചോദ്യം, മറ്റല്ല ചോദ്യം. വി എത്രയാണ്? 200, പവർ 500. ഓക്കെ, ഇട്ട് കൊടുക്കുക. 200ൻ്റെ സ്ക്വയർ എന്നാണ് 200 × 200 ഡിവൈഡ് ബൈ 500 എന്ന് കിട്ടും. ഈ 0 ഈ 0 ഈ 0 ഈ 0 കട്ട് ചെയ്യാം. അപ്പോൾ 200 × 2 400/5 80 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. 40/5 8 പിന്നെ 8 0 80. 80 ഓമാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഇങ്ങനെ ചെയ്താലും V ഈസ് ഈക്വൽ ടു IR വെച്ച് ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുക. എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ഇത് മീഡിയം എന്ന് പറയാൻ മാത്രം ഇല്ലായിരുന്നു, സിമ്പിളായിരുന്നു. ഇനി ഇതിനെ ഡിഫിക്കൽട്ട് ആക്കാൻ അവർക്ക് എങ്ങനെ പറ്റും? ഇതൊക്കെ സിമ്പിളാണ്. ഇതിപ്പോൾ ഇങ്ങനെ ടൈം തരും, ഇത് തരും, അത് തരും, ഇതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ചോദ്യത്തിൽ അവർ പറയാണ് പവർ തന്നല്ലോ. ഇതിൽ അവർ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് T ഈസ് ഈക്വൽ ടു 10 സെക്കൻഡിൽ എത്ര ഹീറ്റ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? H ഈസ് ഈക്വൽ ടു V²/RT ഒക്കെ ഉപയോഗിക്കണോ? വേണ്ട. പവർ തന്നിട്ടുണ്ട്. പവർ തന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പവർ ഇൻറ്റു ടൈമാണ്. പവർ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ഹീറ്റ് എത്രയായിരിക്കും? പവർ എത്രയാണ്? 500 വാട്ട് അല്ലേ? ഇൻറ്റു ടൈം എത്രയാണ്? 10 സെക്കൻഡാണ്. സാർ സെക്കൻഡ്സിനെ മാറ്റണോ? വേണ്ട. സെക്കൻഡായിട്ട് എഴുതി വെച്ചാൽ മതി. മിനിറ്റിൽ എന്നാലേ സെക്കൻഡ്സിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ 500 × 10 5000 ജൂൾസ് ആയിരിക്കും ഹീറ്റ്. അപ്പോൾ പവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ I²RT ഒന്നും ഉപയോഗിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇതൊന്നും ഡിഫിക്കൽട്ട് അല്ല, ഇത് ഡിഫിക്കൽട്ടാണ് ഈ ചോദ്യം. ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കുക. ആൻഡ് ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് പവർ ഇത്ര വാട്ട്സ് വർക്ക് ഇൻ ഇത്ര വോൾട്ട്. അതായത് ഇത്ര വോൾട്ട് കിട്ടിയാൽ അവൻ തരാൻ പോകുന്ന പവർ എത്രയായിരിക്കും? 920 വാട്ട്സ് ആണ്. പക്ഷേ എപ്പം 230 വോൾട്ട് കിട്ടിയാൽ മാത്രം ഓർത്ത് വെച്ചോട്ടോ. വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? കറണ്ട് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. പവർ എത്രയാണ്? 920 വോൾട്ട് എത്രയാണ്? 230. കറണ്ട് സ്വന്തം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? P ഈസ് ഈക്വൽ ടു VI ഉപയോഗിച്ചാൽ പോരെ? നേരത്തെ ചെയ്ത പോലെ തന്നെ P ഈസ് ഈക്വൽ ടു VI, I ഈസ് ഈക്വൽ ടു P ഡിവൈഡ് ബൈ V. 230 920 200 എപ്പോഴും ഇവർ തമ്മിൽ ബന്ധമുണ്ടാവും. ഡബിൾ ആണോ? അല്ല. ട്രിപ്പിൾ ആണോ? അതുമല്ല. ട്രിപ്പിൾ 200ൻ്റെ ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 600 ഉള്ളൂ. 4 തവണയാണോ? യെസ്. 200ൻ്റെ 4 തവണ 800 അപ്പോൾ 230 4 തവണ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 തവണ ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഡിവൈഡ് ബൈ 230 4 ടൈംസ് ആണ്. അപ്പോൾ 4 ടൈംസ് 4/1 അഥവാ 4 ആംബിയർ ആയിരിക്കും കറണ്ട് കിട്ടി. 4 ആംബിയർ. എപ്പോഴും അവർ തമ്മിൽ ബന്ധമുണ്ടാവും കേട്ടോ. കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? V²/R ഉപയോഗിക്കുക. പവർ ഈസ് ഈക്വൽ ടു V²/R ഉപയോഗിക്കുക. ഇംപ്ലൈസ് 6 കൊണ്ട് പോവുക, 6 കൊണ്ട് പോവുക. R ഈസ് ഈക്വൽ ടു V² ഡിവൈഡ് ബൈ P. V² എത്രയാണ് മക്കളെ? 230ൻ്റെ സ്ക്വയർ 230 × 230 എന്ന് എഴുതുക. പവർ എന്ന് പറഞ്ഞാൽ 920 ആണ്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിന് 4 തവണയാണ്. അപ്പോൾ ഇതിനെ കട്ട് 1 എഴുതുക, മറ്റേ കട്ട് 4 എന്ന് എഴുതുക. 230 ഡിവൈഡ് ബൈ 4 അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടുക? എത്ര കിട്ടുകയെന്ന് വെച്ചാൽ അത് 230 ഡിവൈഡ് ബൈ 4 57.5.
57.5 ആണ് ഇവൻ്റെ റെസിസ്റ്റൻസ്. അതും കിട്ടി. ഇനി ചോദ്യം മാറാൻ പോകുന്ന ലെവൽ മാറാൻ പോകുന്ന ഇവിടെയാണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് വോൾട്ടേജ് സപ്ലൈഡ് ഇസ് ഓൺലി 115? സംഭവം എന്താണ്? 230 വോൾട്ട് കൊടുത്താൽ ഇവൻ 920 വാട്ട്സ് തരുന്നതാണ്. ഒരു ഡിവൈസിൻ്റെ പവർ റേറ്റിംഗ് അവർ പറയാണ് 100 വാട്ട് 100 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കും. പവർ മാത്രം പറയില്ല, പവറും തരും ഒരു വോൾട്ടും തരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 100 വോൾട്ട് കിട്ടിയാൽ 100 വാട്ട് തരുന്നതാണ്. അപ്പോൾ സാർ 50 വോൾട്ട് കിട്ടിയാലോ 100 വാട്ട് തരുമോ? ഇല്ല. അപ്പോൾ എപ്പോഴും 100 വാട്ട് തരില്ല. വോൾട്ടേജ് 100 വോൾട്ട് കിട്ടിയാലേ 100 വാട്ട് തരുന്നതാണ് പറയുന്നത് ഡാറ്റ. 50 വോൾട്ട് കിട്ടിയാലോ അപ്പോൾ എത്ര വോട്ടാണ് തരിക? അത് എങ്ങനെയാണ് ചെയ്യുക? അത് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം. അതെങ്ങനെ ചെയ്യാം സാർ? ചിലർ പറയും 100 വാട്ട് കിട്ടണമെങ്കിൽ 100 വോൾട്ട് കൊടുക്കണം. അപ്പോൾ 50 വോൾട്ട് കൊടുത്താൽ ഇത് പകുതിയല്ല, അപ്പോൾ ഇതും പകുതി 50 വാട്ട് കിട്ടും എന്ന് പറയും. ദിസ് ഈസ് അട്ടർലി റോങ്, തെറ്റാണ്. വോൾട്ടേജ് പകുതിയാക്കിയാൽ പവർ പകുതി ആവുകയല്ലേ ചെയ്യാം. എത്രയാവുക ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ ചെയ്യാം മക്കളെ? വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇത്ര അർത്ഥം മതി. നിങ്ങൾ ഈ ഡേറ്റ വെച്ചിട്ട് ആദ്യം തന്ന പവർ റേറ്റിംഗ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? പവർ ഈസ് ഈക്വൽ ടു V²/R. അപ്പോൾ ആറ് കണ്ടുപിടിച്ചാൽ ആദ്യം R ഈസ് ഈക്വൽ ടു V²/P. V² എത്രയാണ് മക്കളെ? 100ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 100 × 100 ഡിവൈഡ് ബൈ പവർ എത്രയാണ്? അതും 100 മക്കളെ വരിക. 100 കട്ട്. അപ്പോൾ റെസിസ്റ്റൻസ് 100 ഓം എന്ന് കിട്ടി. അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അതെന്തായാലും കണ്ടുപിടിക്കാൻ പറയും മിക്ക ചോദ്യത്തിൽ. അപ്പോൾ കണ്ടുപിടിച്ചിരിക്കുക അങ്ങോട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 വോൾട്ടിൽ നിന്ന് വോൾട്ടേജ് 50ലേക്ക് കുറച്ചാലും റെസിസ്റ്റൻസ് മാറുമോ? സാർ റെസിസ്റ്റൻസ് മാറില്ല. റെസിസ്റ്റൻസ് ആ ഡിവൈസിൻ്റെ പ്രോപ്പർട്ടിയാണ്. വോൾട്ടേജ് നിങ്ങൾ കുറച്ചാൽ കറണ്ട് കുറയും, പക്ഷേ റെസിസ്റ്റൻസ് അങ്ങനെ കൂടാനും കുറയാനും പോകുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പവറിൻ്റെ ഇക്വേഷൻ വീണ്ടും ഉപയോഗിക്കുക. V²/R. പുതിയ പവർ കണ്ടുപിടിക്കണേ, പുതിയ വോൾട്ടേജ് ഇട്ട് കൊടുക്കുക. പുതിയ വോൾട്ടേജ് എത്രയാണ്? 50. അപ്പോൾ 50ൻ്റെ സ്ക്വയർ 50 × 50. പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? പുതിയ റെസിസ്റ്റൻസ് പഴയ റെസിസ്റ്റൻസ് ഒക്കെ 100 ഓം തന്നെയാണ്. അത് റെസിസ്റ്റൻസ് ഒരിക്കലും മാറില്ല. വോൾട്ടേജ് മാറ്റിയാൽ പവർ മാറും, പക്ഷേ റെസിസ്റ്റൻസ് മാറില്ല. അപ്പോൾ 100 തന്നെയായിരിക്കും റെസിസ്റ്റൻസ്. ഇനി ചെയ്ത് നോക്കിയാൽ 100 5 50 100ഉം 2 ആണ്. 50 × 2 ആണ് 100. 50/2 25 വാട്ടായിരിക്കും പവർ. അതായത് 100 വോൾട്ട് 50 വോൾട്ടിലേക്ക് കുറച്ചപ്പോൾ പവർ എത്ര കിട്ടി? 50 വാട്ട് കിട്ടിയില്ല, 25 വാട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 25 വാട്ട്സ്. അതായത് വോൾട്ടേജ് പകുതി ആവുമ്പോൾ പവർ 1/4 ടൈംസ് അല്ലേ? 100ൻ്റെ 1/4 ആണ്. 4/1 95. അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ആ ലോജിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോദ്യം ഒന്ന് ചെയ്തു വെക്കുക. അതായത് 230 വോൾട്ട് കിട്ടിയപ്പോൾ ഇത്ര പവർ വന്നു. അങ്ങനെയാണ് 115 വോൾട്ടാണ്, എത്ര പവർ കിട്ടും? എങ്ങനെയാണ് ചെയ്യുക? റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും പവറിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. പവർ ഈസ് ഈക്വൽ ടു V²/R. പക്ഷേ പുതിയ വോൾട്ടേജ് എത്രയാണ്? 115 ആണ്. റെസിസ്റ്റൻസ് പക്ഷേ എന്തായിരിക്കും മക്കളെ? പഴയ തന്നെയായിരിക്കും. 57.5 പകരം 230/40 ഇട്ടാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാം. സിമ്പിൾ അല്ല, കാൽക്കുലേഷൻ സിമ്പിൾ അല്ല, പക്ഷേ കോൺസെപ്റ്റ് സിമ്പിളാണ്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ ഡേറ്റയിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പവറിൻ്റെ ഇക്വേഷൻ കൂടി ഉണ്ടാക്കുക. പുതിയ വോൾട്ടേജ് ആരാണോ അത് ഇട്ട് കൊടുക്കുക. അത് 115 ഇട്ട് കൊടുക്കുക. 115 പിന്നെ റെസിസ്റ്റൻസിന് വരെ 57 130 230/4 എഴുതുക. അപ്പോൾ 115ഉം 230ഉം കട്ടാവും. കാരണം 115 എന്ന് പറഞ്ഞാൽ എന്താണ്? 230ൻ്റെ പകുതിയാണ്. അപ്പോൾ കട്ടാവും. കട്ട് ചെയ്തോ. എന്നിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇനി ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, അതും കൂടി വേണം പറഞ്ഞുതരാം. പകുതി വോൾട്ടേജ് പകുതി ആയാൽ 1/2 ആയാൽ പവർ എത്രയാവും? 1/2ൻ്റെ സ്ക്വയർ എടുക്കുക. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. പവർ 4/1 അതുകൊണ്ടാണ് വോൾട്ടേജ് 100ന്ന് 50ലേക്ക് കുറഞ്ഞപ്പോൾ പവർ എത്രയായി? 1/4 ആയി അല്ലേ? 100ന്ന് 1/4, 100 × 1/4 എത്രയാണ്? 25 വാട്ടായി. അപ്പോൾ ആ ലോജിക്ക് നിങ്ങൾക്ക് വേണം അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് പകുതി ആയാൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും പവർ ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/4 ടൈംസ്. അപ്പോൾ വോൾട്ടേജ് 1/3 ആയാലോ? ഇതിൻ്റെ സ്ക്വയർ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 1/9 ടൈംസ് ആയിരിക്കും പവർ കുറയുക. അപ്പോൾ അതും വേണം ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ലോജിക്ക് പ്രകാരം ഇവിടെ വോൾട്ടേജ് എത്രയാണ് കുറഞ്ഞത്? 230 115 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ്. അപ്പോൾ പവർ എത്രയായിരിക്കും ആവുക? 920ൻ്റെ ഇതിപ്പോൾ 1/2 അല്ലേ കുറഞ്ഞത്, മറ്റേത് 1/4 ടൈംസ് ആവും. അപ്പോൾ 1/4 ആവും. അപ്പോൾ ഇത് 920 ഡിവൈഡ് ബൈ 4 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ മക്കളെ? സെറ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്താണ് 100% നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് പറ്റും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മക്കളെ. ഹൗ ടു ഇൻക്രീസ് പവർ ഓഫ് അപ്ലയൻസ് വിത്തൗട്ട് ചേഞ്ചിങ് വോൾട്ടേജ്.
പവർ കൂട്ടണം, പക്ഷേ വോൾട്ടേജ് കൂട്ടാതെ. വോൾട്ടേജ് കൂട്ടിയാൽ പവർ കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവരും വോൾട്ടേജ് കൂട്ടിയാൽ പവർ കൂടും. വോൾട്ടേജ് ഫിക്സ്ഡ്, പവർ കൂട്ടണം എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കൂട്ടണോ? റെസിസ്റ്റൻസ് കൂട്ടിയാൽ പവർ കുറയാണ് ചെയ്യുക. റെസിസ്റ്റൻസ് കുറയ്ക്കണം, അപ്പോൾ പവർ കൂടും. ഇത് എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, റെസിസ്റ്റൻസ് കുറയ്ക്കണം. അപ്പോൾ അതിന് ഈ ഇക്വേഷൻ ഓർത്താൽ മതി. വോൾട്ടേജ് ഫിക്സ്ഡ് ആണ്, പവർ കൂട്ടണം, റെസിസ്റ്റൻസ് കുറയ്ക്കണം, അപ്പോൾ പവർ കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടിയാൽ പവർ കുറയും. ഓക്കെ, ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരു ചോദ്യം പോലും എക്സാമിനറുടെ കുട്ടികൾ വിട്ടുകൊടുക്കരുത് പരീക്ഷയിൽ. ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് ആയിരിക്കണം നിങ്ങൾ വാങ്ങേണ്ടത്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.